ഹായ് ഡിയേഴ്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോട് വളരെ മോശമായി പെരുമാറിയതിന് അവരിപ്പോൾ അവരുടെ കർമ്മയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് വിശ്വസിക്കില്ലായിരിക്കും. കാരണം എവിടെയാണ് അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടില്ലല്ലോ എന്നായിരിക്കും നിങ്ങളുടെ തോട്ട്സ്. എന്നാൽ അത് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് കെയർ ചെയ്തിരുന്നു. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ശരിക്കും ചീറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന ആ വേദന, ആ കണ്ണുനീര്, സങ്കടം, അതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെയല്ല എങ്കിൽ വെരി സൂൺ ആ പേഴ്സൺ അത് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഈ വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നത് കേൾക്കുവാൻ സാധിക്കും. കാര്യങ്ങളെല്ലാം വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. ദൈവവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ അതുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു എന്നൊക്കെ. അതുപോലെ അവർക്ക് എത്രമാത്രം സ്പിരിച്വൽ എനർജി കൊടുത്തിരുന്നു, ആ ഒരു എനർജിയിലൂടെ നിങ്ങൾ അവരെ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെ. എന്നാൽ ആ വ്യക്തി നിങ്ങളോട് ചെയ്തത് എന്താണ്? നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, കരയിപ്പിച്ചു. നിങ്ങൾക്കിനി ഒരിക്കലും ആ വ്യക്തിയിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ അവർ ചിന്തിക്കുന്നതോ നിങ്ങൾ എന്തായാലും തിരിച്ചു വരും നിങ്ങൾ. പിന്നെ ഞാനെന്തിന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. ഞാൻ എന്തായാലും എൻ്റെ ലൈഫ് ഹാപ്പിയായി തന്നെ ജീവിക്കും എന്ന രീതിയിലാണ് അവരുടെ ചിന്തകളൊക്കെ. പക്ഷേ അവരിനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരിക്കലും നല്ല കാര്യങ്ങളായിരിക്കില്ല. അവരുടെ ലൈഫിലേക്ക് ബാഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 3 of Wands, 2 of Swords, 7 of Wands ഇത്രയും കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും നിങ്ങളെ വിട്ടുപോയതെന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ്. അത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മദർ, ഫാദർ, അങ്ങനെ ഫാമിലിയിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് മാത്രമാണ് ആ വ്യക്തി കണ്ടിരുന്നത്. ഒരുപാട് തവണ വീണ്ടും വീണ്ടും നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ അവരെ അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥാനമെന്ന്. നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. റീസെൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ അല്ല ഇത്. പക്ഷെ അവരൊരിക്കലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടില്ല അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത്. നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ പറയാൻ ചെന്നാൽ പോലും അവരെപ്പോഴും നിങ്ങളെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. ഈ പേഴ്സൻ്റെ ലൈഫിൽ കാര്യങ്ങളെല്ലാം മാറി മറിയാൻ പോവുകയാണ്. അവരുടെ ലൈഫിലേക്ക് കർമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കർമ്മയുടെ ആ ഒരു ബാഡ് ഇഫക്ട്സ് അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതാണ് നമ്മളോട് ഈ കാർഡ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുമായിരുന്നു ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്താണ് എനിക്ക് ഇങ്ങനെ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഗുഡ് കർമ്മ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും പാഴായി പോകില്ല. അതിൻ്റെ റിസൾട്ട് നമുക്ക് ശരിയായ സമയത്ത് തന്നെ കിട്ടിയിരിക്കും. കുറച്ച് വൈകിയാൽ പോലും നമുക്കതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ അവർ നിങ്ങളെ വിട്ടുപോയത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത്. അവർക്ക് ഇപ്പോഴും ഓപ്ഷൻസ് ഉണ്ട്. തേർഡ് പാർട്ടീസ് ഇപ്പോഴും അവരുടെ ചുറ്റിനുമുണ്ട്. നിങ്ങളെപ്പോഴും അവർക്കൊരു ഓപ്ഷൻ മാത്രമായിരുന്നു. നിങ്ങളെ ഒരിക്കലും അവർ കെയർ ചെയ്തിരുന്നില്ല. എന്നാൽ നിങ്ങൾക്കോ അവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓവർഫ്ലോ ആയിരുന്നു. അവരോട് അതുപോലെ സ്നേഹമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിലേക്ക് മോശപ്പെട്ട കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ബാഡ് ഇൻസിഡൻസ് അവരുടെ ലൈഫിലേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. ആർക്കും മോശം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ ഇത് ആ പേഴ്സൺ ചെയ്ത പ്രവൃത്തികളുടെ റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ അവർ നിങ്ങളെ, ഇങ്ങനെ ബാഡ് ഇൻസിഡൻസ് ഒക്കെ വരുന്ന ടൈമിൽ അവർ നിങ്ങളെ ഓർക്കും.
നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത് അവർ ആഗ്രഹിക്കും. കാരണം ഇങ്ങനെ മോശം അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ ആ വ്യക്തിയെ സഹായിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അവർക്ക് മനസ്സിലാകും ശരിക്കും നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഒരു ശിക്ഷയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ വ്യക്തി സ്വയം മനസ്സിലാക്കും. അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കും. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ്, സ്പിരിച്വൽ ഗൈഡ്സ്, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എല്ലാം ഈ വ്യക്തിയോട് അത്രയും നല്ല ടേംസിലല്ല. കാരണം അവർ നിങ്ങളോട് അത്രത്തോളം മോശമായിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത്. നിങ്ങൾ കൊടുത്ത സ്നേഹവും കെയറിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഇതൊന്നും ആ വ്യക്തിയെ ഇനി രക്ഷിക്കില്ല. അതായത് നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ, ശരിക്കും നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള വേദന, ഇതൊക്കെ അയാളുടെ ചുറ്റിനുമുള്ള എല്ലാ പോസിറ്റിവിറ്റിയും തകർത്ത് നെഗറ്റിവിറ്റി അയാളിലേക്ക് എൻ്റർ ചെയ്യാൻ ഉള്ള സാധ്യതകളെല്ലാം ആയി. ഇപ്പോൾ ആ പേഴ്സൺ അതെല്ലാം ഫേസ് ചെയ്തേ മതിയാകൂ. ഇപ്പോൾ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചെയ്തതിലെല്ലാം അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾക്കും മോശം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, പക്ഷേ ആ വ്യക്തിക്ക് അയാളുടെ കർമ്മ ഫേസ് ചെയ്തേ മതിയാവൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഫേസ് ചെയ്തിരിക്കാൻ ആവില്ല. ആ വ്യക്തി മോശം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ലക്ക് നിങ്ങളുടെ സൈഡിലാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു മാസീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അവരുടെ ലൈഫ് ഡൗൺ ആകുന്ന ടൈമിൽ നിങ്ങൾ ഹൈ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കരിയർ, ജോബ്, മണി അങ്ങനെ എല്ലാം നല്ല രീതിയിലേക്കാകും. പുതിയ ലവ് റിലേഷൻസ് വരും. പക്ഷേ ഈ പേഴ്സൺ വരും നിങ്ങളുടെ അടുത്തേക്ക് ഒരു റിയൂണിയന് വേണ്ടി. അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളൊരു കാര്യം മറക്കരുത്. അവർ തിരിച്ചു വരുന്നത് ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. ആ വ്യക്തിയുടെ ആൻസസ്റ്റേഴ്സ് അവരെ നിങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ ഫോർഗീവ്നെസ്സിന് വേണ്ടിയാണ് അവർ വരുന്നത്. അങ്ങനെ നിങ്ങളുടെ ഒരു മാപ്പ് അവർക്ക് കിട്ടിയില്ല എങ്കിൽ ആ വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെടുമെന്ന് അവരുടെ ആൻസസ്റ്റേഴ്സിന് അറിയാം. ആ വ്യക്തിയുടെ ആൻസസ്റ്റേഴ്സിന് അറിയാം. അപ്പോൾ നീ തിരിച്ചു പോയി അവരോട് മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും എന്നാണ് ആ വ്യക്തിയുടെ ആൻസസ്റ്റേഴ്സ് അവരോട് പറയുകയാണ്, അല്ലെ അവരെ തോന്നിക്കുകയാണ്. അങ്ങനെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ റീഡിങ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ നിറഞ്ഞ കണ്ണുകളോടും അല്ലെങ്കിൽ ഹൃദയം പിടന്ന വേദനയോടും കൂടിയ നിങ്ങൾ ചിന്തിക്കുകയാണ്, എന്താണ് ദൈവം എൻ്റെ കണ്ണുനീർ കാണാത്തതെന്ന്. എന്നാൽ നിങ്ങളുടെ കണ്ണുനീർ യൂണിവേഴ്സ് കണ്ടിട്ടുള്ളൂ. അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.